2017 മുതൽ ഇന്നേ ഈ നിമിഷം വരെ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 2023 ഞാനിവിടെ സാക്ഷ്യം പറയാൻ എത്തിയിരുന്നുവെങ്കിലും എനിക്കത് പറയാൻ സാധിച്ചില്ല. ഞാൻ ഈ സിസ്റ്റർ അവിടെ അടുത്തുവരെ വന്നിരുന്നു, പക്ഷേ എനിക്ക് പറയാൻ സാധിച്ചില്ല, തിരികെ പോയി. ഞാൻ 2 ആഴ്ച മുന്നെയാണ് ഇവിടെ എത്തിയത്. അതായത് എൻ്റെ സാക്ഷ്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. 2017 വരെ ഞങ്ങൾ ആദ്യമേ ഇറ്റലിയിലായിരുന്നു. 2017 നീണ്ട 10 വർഷത്തെ കാലാവധി, 10 വർഷത്തിന് ശേഷം ഇറ്റാലിയൻ സിറ്റിസൺ എൻ്റെ ഭാര്യയ്ക്ക് ആദ്യം കിട്ടി. 2017 അതിന് കിട്ടിയ ശേഷം 1 വർഷത്തിന് ശേഷം 2018 ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് എനിക്ക് കിട്ടുന്നത്. 2017 ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ 2 ചോയ്സ് ഉണ്ടായിരുന്നു. UK പോകണോ, അയർലൻഡിലോട്ട് പോകണോ. എവിടെ പോയാലും IELTS അല്ലെങ്കിൽ OET ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പാസ്സായിട്ട് വേണമെങ്കിൽ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ കെയറായിട്ട് നമുക്ക് ഏതെങ്കിലും UK അല്ലെങ്കിൽ അയർലൻഡിലോ ജോലി ചെയ്യാം. കാര്യം എൻ്റെ 2 കുട്ടികളും ആ സമയങ്ങളിൽ നാട്ടിലാണ് അവർ പഠിച്ചിരുന്നത്. കാര്യം കുട്ടികളുമായി ഒരുമിച്ച് ഒരു കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടിയായിരുന്നു വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ 2017 മാതാവിനോട് പ്രാർത്ഥിച്ചു, എവിടെ പോകണം, ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ അയർലൻഡിലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. സങ്കടത്തോടുകൂടി തന്നെ പോയ കാര്യം, ഞങ്ങൾ ഇറ്റലിയിലെ സാഹചര്യങ്ങളും അയർലൻഡിലെ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അയർലൻഡിൽ ഭയങ്കര ജീവിത ചിലവാണ്. അവിടെ 2 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും നേഴ്സായിട്ടെങ്കിലും ജോലി ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരാൾ കെയർ ആണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അവിടെ വാടക കൂടുതലും അതുപോലെ ജീവിത ചിലവുകളും കൂടുതലും ആയിട്ട് മുന്നോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അത് തുലനം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ 2017 എന്തും വരട്ടെ മാതാവിൽ ആശ്രയിച്ച് 2017 എൻ്റെ ഭാര്യയെ അയർലൻഡിലോട്ട് വിട്ടു. അവരുടെ ബ്രദറും അവിടെ ഉണ്ടായിരുന്നു, സിസ്റ്റർ ലോയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളോട് പോയി. 2017 അവളോട് ജോലിക്ക് കയറി 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് മാതാവ് മിറാക്കിൾ ഞങ്ങൾക്കായി, അതായത് ഞങ്ങൾക്ക് വേണ്ടി ഒരു നിയമം അവിടെ മാതാവ് അവിടെ കൊണ്ടുവന്നു. അതായത് വെറും ഒരു 3 മാസത്തേക്ക് ഒരു നിയമം. യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് 5 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്താൽ, നേഴ്സായിട്ട് ജോലി ചെയ്താൽ മതി. ആ ജോലി ചെയ്തിട്ട് അവിടെ OET IELTS കൂടാണ്ട് നമുക്ക് അയർലൻഡിലെ നേഴ്സായിട്ട് നേരിട്ട് പിൻ നമ്പർ കിട്ടും എന്നൊരു നിയമം അവിടെ ഈ 2017 ശേഷം അവിടെ പ്രാബല്യത്തിൽ വന്നു.